ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് പൊള്ളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിത് റവ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രാവിലെ എന്നും ദോശയൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഒരു വട്ടം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റവയാണ്. വറുത്തതും വറുക്കാത്തതും ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു കപ്പ് റവ ഞാനൊരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്തോടെ നമുക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആണെങ്കിൽ പകുതി മതി. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നല്ലോണം വേണ്ടവർക്ക് 2 എണ്ണം എടുത്താലും കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതേപോലെ തന്നെ 2 നുള്ള് അപ്പക്കാരം ചേർത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റവയും മൈദയൊക്കെ നന്നായിട്ട് പിടിക്കണം. അതുപോലെ തന്നെ ഇത് റവ ആയതുകൊണ്ട് തന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ്. അപ്പോൾ ഞാൻ ഇവിടെ മിൽക്കേഴ്സിൻ്റെ യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. മിൽക്കേഴ്സിൻ്റെ പ്രൊഡക്ട്സ് അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ആണ്. ഇത് കേരളത്തിലെ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ളതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്മൂത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ അഥവാ നിങ്ങൾ പുളി ഒരുപാടുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ 3/4 കപ്പ് എടുക്കരുത്, കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഭയങ്കര പുളിയായി പോവും ഇതിന്. അപ്പോൾ നമുക്ക് 3/4 കപ്പ് അളന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് 3/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയൊക്കെ നന്നായിട്ട് ഈ തൈരിലൊന്ന് മുങ്ങിക്കിടക്കണം, നല്ലപോലെ മിക്സായിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് ഇത് റവയൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി കട്ടിയായിട്ടാണ് ഉള്ളത്. ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഇത്തിരി ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ടി വരില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ലൂസായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതേപോലെ ഇത്തിരി എടുത്ത് എണ്ണയിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതുപോലെ കുറച്ചായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഇട്ടെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 2 സൈഡും തിരിച്ചും മറച്ചുവിട്ട് ഇത് ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്, എന്നാലേ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ടെടുക്കാം. ഇതങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിരിക്കുകയൊന്നുമില്ല. നമുക്ക് രാവിലെ ആണെങ്കിലും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതേ നമുക്കിതിൽ ഒരെണ്ണം എടുത്ത് നോക്കാം. നന്നായിട്ട് ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ളത്. അപ്പോൾ ഒരു തേങ്ങാ ചമ്മന്തി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നോർമൽ തേങ്ങാ ചമ്മന്തി മതി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അഥവാ സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചമ്മന്തിയൊന്നും വേണമെന്നില്ല, ചുമ്മാ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.